ഹലോ ഹായ് ഫ്രണ്ട്സ്, മാജിക് ടച്ചിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ബ്ലൈൻഡ് ഹെമ്മിങ് സ്റ്റിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫൂട്ടാണ് ബ്ലൈൻഡ് ഹെം ഫൂട്ട്. ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ഹെം ഫൂട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മളിത് ഫാബ്രിക്കിൽ യൂസ് ചെയ്യുമ്പോൾ വരുന്നത് ഒക്കെ നമുക്ക് നോക്കാം. ഈ ബ്ലൈൻഡ് ഹെം ഫൂട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒക്കെ കഴുത്തും അതുപോലെ തന്നെ കൈയൊക്കെ നമ്മൾ സാധാരണയായിട്ട് തുന്നുകയാണ് ചെയ്യാറ്. അതിന് പകരം നമ്മൾക്ക് ഈ ഒരു സംഭവം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഈ സ്ക്രൂ കണ്ടില്ലേ, ആ സ്ക്രൂ അയച്ചിട്ടാണ് നമ്മൾ നമുക്ക് എവിടെയാണോ ആ ഒരു സ്റ്റിച്ച് വേണ്ടത് വെച്ചാൽ അങ്ങോട്ട് ആക്കുക. ഈ ഒരു സ്ക്രൂ അയക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കെയില് അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് ഫാബ്രിക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ മടക്കി വെക്കേണ്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊരു അര ഇഞ്ച് വേണ്ട ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ എടുക്കുക, ഒരു ലൈൻ വരഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു അര ഇഞ്ചിൽ വരയ്ക്കുക. വീണ്ടും സെയിം നമ്മളൊരു അര ഇഞ്ചിൽ വരച്ചു കൊടുക്കുക. നമ്മൾ ഇതൊന്ന് നമുക്ക് മടക്കി കൊടുക്കണം. ആ മടക്കിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് മടക്കുക. നമ്മൾ വക്കൊക്കെ അടിക്കാൻ മടക്കില്ല, അതുപോലെ തന്നെ നമ്മൾ മടക്കി വെക്കുക. ബ്ലൗസൊക്കെ തയ്ക്കണവർക്ക് ശരിക്കും അറിയുന്നുണ്ടാവും ഈ സംഭവങ്ങളൊക്കെ. നമ്മൾ മടക്കി വെച്ചതിന് ശേഷം അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ മടക്കിയില്ലേ, അവിടെയാണ് നമ്മൾ നേരത്തെ സ്ക്രൂ അയക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജ് വരുന്നത് ഈ ഒരു വക്കിൻ്റെ സ്ഥാനത്താണ് ആ എഡ്ജ് വരുന്നത്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മെഷീനിലേക്ക് നമ്മൾ ഫൂട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തയ്യലിലേക്ക് പോവാം. ബ്ലൈൻഡ് ഹെം ഫൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 6 അല്ല 4ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ലൂസ്നെസ് വെക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് 4ൽ, ലെങ്ത്ത് 1ലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ എടുക്കുന്നത് ബ്ലൈൻഡ് ഹെം സ്റ്റിച്ചാണ്. ഇതിൽ ബ്ലൈൻഡ് ഹെം സ്റ്റിച്ച് വരുന്നത് 8th സ്റ്റിച്ചാണ് വരുന്നത്. നമ്മൾ ആ ഒരു സ്റ്റിച്ച് പാറ്റേൺ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തയ്ച്ചു തുടങ്ങാം. നമ്മൾ ഈ സ്ക്രൂ അയച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്ക്രൂവിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു എഡ്ജ് കണ്ടില്ല, അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് മൂവ് ചെയ്തിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ വക്കിൻ്റെ സൈഡിലോട്ട് വരണം. ഇതാ കണ്ടില്ലേ, ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലൈൻഡ് ഹെം സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുന്നത്. നമുക്കിതൊന്ന് തയ്ച്ച് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെമ്മിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ഹെമ്മിങ് സ്റ്റിച്ചാണ് നമ്മൾ ബ്ലൈൻഡ് ഹെം സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്നിങ്ങനെ മടക്ക് നമുക്ക് നേർത്തി കൊടുക്കാം. അപ്പം നമ്മൾ
സ്റ്റിച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ബ്ലൈൻഡ് ഹെം സ്റ്റിച്ചാണ്. ഇതാണ് ബ്ലൈൻഡ് ഹെം ഫൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം. നമുക്ക് ബ്ലൗസിൻ്റെ കഴുത്ത് കണ്ടില്ലേ, ഇത് അതുപോലെ ഒരു ഡോട്ട് ഡോട്ട് മാത്രമേ നമുക്ക് കാണുള്ളൂ. അത് സെയിം കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് സ്റ്റിച്ച് കാണാതെ നമുക്ക് എങ്ങനെ ഒരു സംഭവം അടിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബ്ലൈൻഡ് ഹെം ഫൂട്ട്. അപ്പം നമ്മുടെ ബ്ലൈൻഡ് ഹെം ഫൂട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.